ഗുഡ് മോർണിംഗ്. അങ്ങനെ രാവിലെയായി, ഉറക്കെണീച്ച കോലാട്ടോ. ഞാൻ നിങ്ങൾക്കൊരു സൂത്രം കാണിച്ചു തരട്ടെ. നോക്കൂ മക്കളെ, നോക്കൂ. ഇതാണ് രാവിലത്തെ വ്യൂ. ഇത് താഴെയാ, മീൻസ് താഴത്തെ നിലയിൽ നിന്ന് താഴെ ഇറങ്ങിയേക്കാം. ഇത് മുകളിൽ നിന്ന് എടുക്കുവാണെങ്കിലുണ്ടല്ലോ, എന്താ വ്യൂ എന്ന് പറയാൻ പറ്റില്ല. ഭയങ്കര രസമാട്ടോ. നോക്ക്, ഭയങ്കര രസമാണ്. ഇത് കണ്ടോ, ചുറ്റോട് ചുറ്റും. ഇതാ പിള്ളേരൊക്കെ രാവിലെ തന്നെ ഇറങ്ങി അവിടെ കമ്പും കോലുമായിട്ട് നിൽപ്പുണ്ട്. കാട്ടിലേക്ക് കയറാനുള്ള പരിപാടിയാണ്. കമ്പൊക്കെ ആയിട്ട് കാട്ടിലേക്ക് കയറാനാണ്. അഭിയായി അങ്ങോട്ട് പോകുന്നു. നമ്മുടെ വണ്ടിയൊക്കെ താഴെ കൊണ്ടിട്ടു. ഇവിടെ വരെ വണ്ടിയൊക്കെ വരും. ഇച്ചിരി പാട് വെട്ടാ വണ്ടി വരുന്നത്. ശരിക്കും 4 വീൽ ഡ്രൈവ് വണ്ടികളാണ് കയറി വരുന്നത്. കാടൊക്കെ കയറി വരാൻ ഇച്ചിരി പാടാണ്. മുകളിലേക്ക് കണ്ടോ, ദൂരെ മലയൊക്കെ കാണാം. ഞാൻ നിങ്ങളെ സൂം ചെയ്ത് കാണിക്കാം. കണ്ടോ, കാണ്. നമ്മൾ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ മിറ്റ പറഞ്ഞ് നിൽക്കുമ്പോൾ ഉള്ള വ്യൂ ആണിത്. കാടിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഞാൻ മിണ്ടാതിരിക്കാം. പ്രണവേ, കാട്ടാളാ, എങ്ങോട്ടാടാ? കമ്പ് കോലുമൊക്കെ ആയിട്ട് ഇതാ നമ്മൾ പറഞ്ഞ സ്ഥലം, നമ്മൾ താമസിക്കുന്ന. ചേച്ചിയൊക്കെ അവിടെ ഇരിപ്പുണ്ട്. ഇതാണ് നമ്മുടെ സാമ്രാജ്യം. താഴെയാണ് നമ്മൾ നിൽക്കുന്നത്. പിന്നെ മുകളിലേക്ക് വരെ 2 സ്റ്റോർ റൂമുകളുണ്ട്. അതിന് ഏറ്റവും മുകളിലാണ് നമ്മുടെ ഡൈനിങ് ഏരിയ, പാൻട്രിയൊക്കെ. ഇവിടെയൊക്കെ മരം കണ്ടു, മരത്തിൻ്റെ വേരൊക്കെ കണ്ടു, പന്തൽ കിടക്കുന്നുണ്ടോ. ഇവിടെ ഒരു മരം ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ വേരുകൾ ഇറങ്ങി ഭൂമിയിൽ മുട്ടുന്ന പോലെ ഉണ്ട്. നോക്കൂ, കണ്ടോ, വേരുകളുണ്ടോ. പ്രാവശ്യം അമ്മയുണ്ട്. ഇവിടെ ആനയൊക്കെ ഇറങ്ങാറുണ്ട്. സാധാരണ ആനയൊക്കെ ഇറങ്ങി ഇതാ ഇവിടെ ഈ വരുന്ന താഴെ ഈ നിരപ്പില്ലേ, അവിടെയൊക്കെ വരെ വരാറുണ്ട്. അങ്ങോട്ട് കയറി വന്നിട്ടില്ല, പക്ഷെ താഴെ വരെയൊക്കെ വന്നിട്ടുണ്ട്. ഈ പാറയുടെ താഴെയൊക്കെ വരെ കുങ്ഫു മാസ്റ്റർ കണ്ടില്ല. അങ്ങനെയാണ് കാണിച്ച് സ്റ്റിക്കിച്ചിട്ട് മാറ്റിലേക്ക് ഇറങ്ങിയൊന്ന് കാണിക്കാം, എന്നാലേ കിട്ടത്തുള്ളൂ. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ആഹാ, കൊള്ളാലോ. ഇത് പറ്റത്തില്ല. ഇവിടെ ഓടി നടക്കാൻ ഇഷ്ടം പോലെ സ്ഥലമുള്ളതുകൊണ്ട് താഴേക്ക് ഇറങ്ങി കുറേ നടക്കണം. ഞങ്ങളിന്ന് ടൗണിലേക്ക് ഇറങ്ങും. മൂന്നാർ ടൗണിലേക്ക് പോകണം. ഈ ടൗണിൽ നിന്ന് കുറച്ച് മാറിയാണ്. ലക്ഷ്മി എസ്റ്റേറ്റിൻ്റെ ഒക്കെ ഭാഗമായിട്ട് വരും. അതിൻ്റെ പുറകുവശത്താണ്. നമ്മൾ ടൗണിലേക്ക് ഇറങ്ങും. ടൗണിൽ പിന്നെ യൂഷ്വലി എല്ലാവരും എപ്പോഴും മൂന്നാർ വരുന്ന ആൾക്കാർ കണ്ടിട്ടുള്ള കാഴ്ചകളൊക്കെ തന്നെയാണ്. ഇത് ശരിക്കും ഇത് വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഇത് ഫുൾ കാടിൻ്റെ നടുക്കാണ്. മൊത്തം കാടാണ്, മൊത്തം കാടും നടുക്ക. വൈബെന്ന് പറഞ്ഞാൽ വൈബോട് വൈബ്. ഇങ്ങനെ ഞാൻ ഇറങ്ങി പോവാം. കല്ലുള്ള വഴിയാണ്, സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ പണി കിട്ടും. താഴേക്ക് ഇറങ്ങി പോ. കണ്ടോ, ഇങ്ങനെയാണ് വഴി, ഫുള്ള് കല്ല. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങി ഇതൊക്കെ ഫുൾ പാറയാണ്. സൂര്യനുദിച്ച് ഉച്ചയിലായി. എന്നുവെച്ചാൽ ഇപ്പോൾ രാവിലെയൊന്നും അല്ല, ഇപ്പോൾ 9:45 സമയം. ഇപ്പോൾ എല്ലാവരെയൊക്കെ എണീച്ച് വന്ന് പൊങ്ങി ഒരു ചായ കുടിച്ച സമയമായിട്ടുള്ളൂ. ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിച്ചിട്ടില്ല സമയമായിട്ടുള്ളൂ. ബ്രേക്ക്ഫാസ്റ്റൊക്കെ അവിടെ പ്രിപ്പയർ ചെയ്യുന്നുള്ള ആൾക്കാർ. ഇവിടെ എന്നാൽ പിന്നെ എല്ലാവരും ലേറ്റാണ്, ഉറങ്ങിപ്പോവും. അത്ര നല്ല തണുപ്പാണ്. കോട്ടയത്ത് ആ പൊരിഞ്ഞ ചൂട്ടിൽ നിന്ന് ഇവിടെ വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്താ ഒരു മനസ്സമാധാനം. പിന്നെ ഏറ്റവും കൂടുതൽ സമാധാനം ഇവിടെ മൊബൈലിൽ നിന്ന് റേഞ്ചൊക്കെ കിട്ടാൻ പാടാം. വല്ലപ്പോഴും ഒക്കെ ഒരു റേഞ്ച് കിട്ടിയാലേ ഉള്ളൂ. അതുകൊണ്ട് പിന്നെ നമുക്ക് അങ്ങനെ ഒരു സ്വസ്ഥതയുണ്ട്. നമ്മുടെ 2 വണ്ടി. എല്ലാവരും ഒരു ഹായ് പറയൂ. പ്രയാഗ കിട്ടുന്നില്ല. ഓ, യു ആർ ഫൈൻ. ഓക്കെ ഓക്കെ. ഓക്കെ, പണിയെടുക്ക്. പണിയെടുക്ക്, കമ്പി കുത്തി പണിയെടുക്ക് എല്ലാവരും. കുഴിക്ക്, കുഴിക്ക്. ബാ.
ഇപ്പം കോട്ടേജ് കാണണ്ടേ? അവിടെ കോട്ടേജസ് കാണിച്ചു തരാം. ഇവിടെ 5 കോട്ടേജ് ഉണ്ട്. കോട്ടേജസ് കാണിച്ചു തരാം. അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം. കുറച്ച് നടക്കാനുണ്ട്, നടന്നിട്ട് കാണിച്ചു തരാം. നമ്മൾ കയറി പോകുന്ന വഴി കണ്ടോ? കോട്ടേജിൽ ചെന്നിട്ട് കാണിക്കാമെന്ന് പറഞ്ഞില്ലേ, അതിലേക്ക് പോകുന്ന വഴിയാണ്. ഞങ്ങൾ വലിയ വടിയൊക്കെ പിടിച്ച് കമ്പും കോലുമൊക്കെ ആയിട്ടാണ് പോകുന്നത്. കണ്ടാ വടിയുണ്ടോ? വടിയൊക്കെ പിടിച്ച് ഇവിടെ എന്തും വരാം, അതുകൊണ്ട് വടിയൊക്കെ പിടിച്ചാണ് പോകുന്നത്. ഇങ്ങനെ വേണം കോട്ടേജിലേക്ക് പോകാൻ. ഇവിടെ മൊത്തം ഈ ഏരിയ ഫുള്ള് ഈ ഒരു സൗണ്ടാണ്. എന്തോ മറ്റേ ചീവീടല്ലേ വെച്ചുണ്ടാക്കണേ? അതെ, ചീവീടിൻ്റെ സൗണ്ടാണ്. കാടിൻ്റെ ഗന്ധം, കാടിൻ്റെ ശബ്ദം. നന്നായിട്ട് വലിച്ചു കയറ്റാൻ ശുദ്ധവായുവാണ്. ഒരു പൊല്യൂഷനും ഇല്ലാത്ത നല്ല സൂപ്പർ ശുദ്ധവായുവാണ് ഇവിടെ. കോട്ടേജിൽ നിന്ന് അങ്ങോട്ടെത്തി. ഇവിടെ ഒരു കോട്ടേജ് ഇവിടെ ഉണ്ട്. അങ്ങോട്ട് മാറി മാറി കോട്ടേജ്, 5 കോട്ടേജ് ഉണ്ട് ഇവിടെ. പണിയെല്ലാം കംപ്ലീറ്റ് ആയതേ ഉള്ളൂ. പണി കംപ്ലീറ്റ് ആയി. ഗസ്റ്റ് വന്ന് തുടങ്ങിയിട്ടില്ല, ഗസ്റ്റിന് കൊടുത്ത് തുടങ്ങിയിട്ടില്ല. ഇതാ 3 കോട്ടേജ് ഉണ്ട്. 1, 2, 3 കോട്ടേജ്. ഇവിടെ 2 കോട്ടേജ് ഉണ്ട്. 1, 2, 3, 4, 5 കോട്ടേജ് മൊത്തം. എന്തോരം മരങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കണണ്ട. നോക്കൂ, വാവ്, എന്തൊരു ഹൈറ്റാ നോക്ക്. മൊത്തം വിജനമായ കാട്. അങ്ങനെ ഞങ്ങൾ കോട്ടേജിൽ നിന്ന് അങ്ങോട്ട് കയറുക. മുഴുവൻ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല. സ്റ്റെപ്പൊക്കെ പോയി കിടക്കാം. പണിയെല്ലാം കംപ്ലീറ്റ് ആക്കുന്നേ ഉള്ളൂ. ഇങ്ങനെ വൈൽഡ് ലൈഫ് ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ കോട്ടേജാണ്. കാട്ടിക്കൂടി നടന്ന് കയറുകയാണ്. ഇതിലെ കൂടി കുത്തി വേണം കയറാൻ. സ്റ്റെപ്പൊക്കെ ഇളകി കിടക്കുന്നുണ്ട്. ഇനി കുറേ പണികൾ കുറച്ച് പണികൾ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം എനിക്ക് തോന്നുന്നു അടുത്ത സീസണിലേക്കൊക്കെ ഇവിടെ ഗസ്റ്റ് വന്ന് തുടങ്ങുള്ളൂ. ഇങ്ങനെ കോട്ടേജിൻ്റെ ഇവിടുന്ന് ഫ്രണ്ടിലുള്ള വ്യൂ ആണ് കാണുന്നത്. ഫുള്ള് ഫോറസ്റ്റ്. വാവ്, നല്ല സൂപ്പർ തണുപ്പുമാണ് ഈ ഒരു സമയമായിട്ടും. ഞങ്ങളുടെ വടിയൊക്കെ ഇവിടെ ചാരി വെച്ച്. ഇവിടെ നിന്ന് അങ്ങനെ നല്ല കോട്ടേജുകളുണ്ട്. ഇവിടെ നോക്കി ബാക്കി കോട്ടേജൊക്കെ കാണാം. 2ാമത്തെ കോട്ടേജ്, 3ാമത്തെ കോട്ടേജ്, 4ാമത്തെ കോട്ടേജ്. അതിൻ്റെ പുറകിൽ ഒരു കോട്ടേജുകളുണ്ട്. എല്ലാം ഇങ്ങനെ മുകളിൽ കയറി പോകണം. നാച്ചുറലായിട്ട് ചെയ്തേക്കുന്നതാണ്. പ്രകൃതിയെ ദ്രോഹിക്കാത്ത സ്റ്റെപ്പുകളൊക്കെയാണ് എല്ലാം. ഞാൻ വന്ന വഴി കോട്ടേജിനകത്തേക്ക് കയറാം. ജസ്റ്റ് പണി കഴിഞ്ഞിട്ടേ ഉള്ളൂ. വൃത്തിയാക്കാനൊക്കെ ഉണ്ട്. ഡോറ് തുറന്നകത്ത് വരുമ്പോൾ ഇവിടെ ടോയ്ലറ്റ്. ഇവിടെ ഒരു റൂം. ഇത്രേ ഉള്ളൂ അല്ലേ? ഒരു റൂമും ടോയ്ലറ്റും മാത്രമേ ഉള്ളൂ. ഫുഡൊക്കെ വേറെ കോമൺ ആയിട്ടാണ്. പെയിൻറ്റിങ്ങൊക്കെ അതെ, പെയിൻറ്റിങ് ഉണ്ട്. ഫർണിച്ചറൊക്കെ കൊണ്ട് വെച്ചിട്ടേ ഉള്ളൂ. അതൊക്കെ ഫുൾ ചില്ലിങ്. ഇവിടുന്ന് ഇങ്ങനെ ഓരോ റൂമായിട്ടല്ല, എല്ലാം ഇതുപോലെ തന്നെയാണ്. ചുറ്റും ഇങ്ങനെ കേൾക്കുകയാണ്. ഓരോ റൂമായിട്ടാണ് കോട്ടേജ്. എല്ലാം ഒരു റൂമും ബാത്റൂമും. ഇനി ആൾക്കാരുണ്ട് ഇവിടെയുള്ള പിള്ളേർ അപ്സെറ്റൊക്കെ ഈ ബൈക്ക് കേസൊക്കെ കയറി വരുന്നില്ലേ? ഈ ഓഫ് റോഡിന് വേണ്ടി മാത്രമല്ലേ കയറി വരുന്നത്. ബൈക്കും ജീപ്പും. ഞങ്ങൾ ജീപ്പിലൊരു ഓഫ് റോഡ് പോവാണ് ഗൈസ്.
എടുത്ത് ഏലക്കാട്ടിൽ എടുത്തേക്ക് എത്തും അല്ലേ ചേച്ചി? അല്ലേ അഭി? ഇതിനുവേണ്ടി 10,000 രൂപ മുടക്കുന്നത് ഭയങ്കര. ഓഫ് റോഡിങ് ഭയങ്കര എനിക്കിഷ്ടമാക്കി ആക്ച്വലി ഓഫ് റോഡിങ്. ഏലക്കാട് ഭീകരമായ ഒരു ഓഫ് റോഡ് ഓഫ് റോഡ് യാത്ര. കാട്ടിൽ കൂടി ഒരു കാടിന്റെ നടുക്ക് അല്ല ഏലക്കാടിന്റെ ഇടയ്ക്ക് കൂടി അല്ലേ ഏലക്കാടല്ലേ ഇത്? ഫോറസ്റ്റും അതിനിടയ്ക്ക് കൂടി ഏലക്കാടും അതിനിടയ്ക്ക് കൂടി ഒരു കല്ലേന്ന് വേറൊരു കല്ല്. ഒരു മരം വീണ് കിടന്ന് ഞങ്ങൾ തന്നെ മാറ്റി. അതൊന്നും എടുക്കാൻ പറ്റിയില്ല വീഡിയോ. പക്ഷെ ഞങ്ങൾ തന്നെ എല്ലാം തള്ളി മാറ്റി. ഈ വഴി വന്ന വഴി ഇതാണ്. ക്യാമറ ഏത് മോഡാണ്? സൈഡിൽ കൂടിയൊക്കെ ഏലമാണ്. ചേച്ചി ഞാൻ പറഞ്ഞ സോപ്പ് റോഡ് ഏലക്കാട് പറഞ്ഞില്ലായിരുന്നോ? ഇവിടം വരെ ഉള്ളായിരുന്നു ഓഫ് റോഡ്. ഇനി അങ്ങോട്ട് ഓഫ് റോഡ് തന്നെ ഒക്കെയില്ല ഏലക്കാട്. അതെ ആ വരുന്ന വഴി ഒന്ന് വീഡിയോ എടുത്തോ മക്കളെ. ആ വഴി പുറകോട്ട് കാണിച്ചു. ഇതിപ്പോ ഇവിടെ നമ്മള് അവന്മാരവിടെ പകുതിയെ അത് ചെയ്തിട്ടില്ല. വൃത്തിക്ക് കിടന്നില്ലേ? അവിടെ വരെ ക്ലീൻ ചെയ്താ. ഇനി ഇവിടെ ക്ലീൻ ചെയ്യാൻ കിടക്കുന്നു. നമ്മൾ അന്ന് പോയപ്പോ കുറച്ചുകൂടി ക്ലീൻ ആയിരുന്നു അല്ലേ? അന്ന് കുറച്ചുകൂടി പുതിയ പണിക്കാരുണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ചുകൂടി ക്ലീൻ ആയിരുന്നു. എടുക്കുന്നുണ്ട്. കിട്ടുന്നില്ല. നടുക്കൂടെ എടുക്കും. കിട്ടുന്നില്ലേ ഇപ്പൊ? ഏലച്ചെടികളെ വകഞ്ഞു മാറ്റി പോകുന്ന നമ്മുടെ വണ്ടി. ഏലച്ചെടികളെ വകഞ്ഞു മാറ്റിയാണ്. അത്രയും പ്രശ്നമില്ലല്ലോ ഇപ്പൊ റോഡ്. അത്രയും ഭാഗത്തെ അത്രയും വലിയ കല്ലും മുടുക്കവും മാറിയില്ലേ അങ്ങോട്ടല്ലേ? മുകളിലോട്ടുണ്ട്. എന്തായിട്ട് താല്പര്യം ആ സാറിൽ നമുക്ക് പിന്നെ എടുക്കാം. ഏതോ ഒരു ഫോണ്. അവന്റെ ഫോണ്. നമ്മൾ ഈ യാത്രയുടെ കഴിഞ്ഞ് കഴിയുമ്പോൾ വണ്ടി ഒന്ന് കേട്ടിട്ട് പിന്നെ എപ്പോഴും അഭി വഴി കൂടെ അല്ലേ ഓടിച്ചോണ്ടിരുന്നേ? അല്ല അപ്പത്തേക്ക് ശരിയാക്കി കഴിഞ്ഞിട്ട് വേണം പോകണത് തന്നെ. വണ്ടി വേണ്ടേ അങ്ങോട്ടും ഇങ്ങോട്ട് പോവാൻ? നിന്റെ വണ്ടി കൂടെ ജീപ്പ് പോകുമോ? നിനക്ക് മാറ്റണോ? വണ്ടി കൂടെ കയറാൻ ജീപ്പല്ലേ? മാറ്റണം. 2 കല്ല് മാറ്റിയാൽ പോലെ. മാറ്റാം. 2 കല്ലാണ് തിരിയുണ്ടോ? മഴയോ? മഴ
ചെറിയ കുലുക്കൊക്കെ ഉണ്ട് കേട്ടോ അമ്മേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബാക്കി മൂന്നാർ കാഴ്ചകളും മൂന്നാർ ഞങ്ങൾ പോകുന്ന ബാക്കി സ്ഥലങ്ങളിലെ കാഴ്ചകളും ഒക്കെ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.